കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അലങ്കോലായിട്ട് കിടന്ന മുറി എങ്ങനെ ഇത്രയും നീറ്റായത്? റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എന്നാ കുട്ടികൾ പഠിച്ചേ? ഇത് അവര് ചെയ്തതായിരിക്കില്ല, ഏട്ടത്തി ചെയ്തതായിരിക്കും. ആരാത്? ഇത് ഞാനാ. ഓ മൈ ഗോഡ്, ഇതിന്റെ ഇടയിൽ എന്താ ചെയ്യുന്നത്? സ്കെച്ച് പെൻ താഴെ വീണ് കിടക്കുന്ന കണ്ടു, അത് എടുക്കാൻ കയറിയതാ. അപ്പൊ ഈ മുറി വൃത്തിയാക്കിയത് വസുന്ധരയായിരുന്നോ? എന്നിട്ട് കിട്ടിയോ? ആ കിട്ടി. ശരി, എന്നാ പുറത്തേക്ക് വാ. ഞാൻ ഇതിനകത്ത് സ്റ്റക്ക് ആയി പോയി, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഓ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? എന്നെ ഒന്ന് പുറത്തിറക്കാൻ നോക്ക്. അത് തന്നെയാ, എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം ഞാൻ ആലോചിക്കുന്നത്. ശ്വാസം വിടാൻ പറ്റണില്ല. ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്. ഓക്കെ സോറി. ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വലിക്ക്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, ഒന്ന് പെട്ടെന്നാവട്ടെ. ഓക്കെ. അയ്യോ, എന്തിനാ കാലിൽ പിടിക്കുന്നേ? ഓക്കെ. പെട്ടെന്നൊന്ന് പുറത്തേക്ക് വലിക്കോ? ശരി. അയ്യോ, എന്താ ഇത്? എന്തായി ചെയ്യുന്നേ? എന്തു പറ്റി? എനിക്ക് ഇക്കളി ആവുന്ന പോലെ തോന്നുന്നു. കാലിലും പിടിക്കാൻ പറ്റില്ല, വയറിലും പിടിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ എവിടെയാ പിടിക്കണ്ടേ? എങ്ങനെയാ പുറത്തു കൊണ്ടുവരണ്ടേ? പറഞ്ഞോ. കൈ പിടിച്ച് വലിക്കാലോ. സോറി. ഓക്കെ, കൈതാ. അമ്മേ, എനിക്ക് വേദനിക്കുന്നു. ഓക്കെ, ഞാൻ പതുക്കെ വലിക്കാം. ഓക്കെ. കൈ നല്ല വേദനിക്കുന്നു. ആ സൈഡിൽ പോയാൽ കറക്റ്റ് ആയിരിക്കും. യെസ്, അങ്ങനെ തന്നെ ഇരിക്കണേ. നന്നായിട്ട് ബ്രീത്ത് എടുത്തോ. ബ്രീത്ത്. ഓക്കെ. ഞാനിപ്പോ വരെ. ഒരു മിനിറ്റ്. ഇദ്ദേഹം എന്താ ആ സൈഡിൽ നിന്ന് വരുന്നത്? അയ്യോ, നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ല, അത് അപ്പുറത്തുനിന്ന് എനിക്ക് തന്നെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തള്ളി വിടാന്ന് വിചാരിച്ചു. അയ്യോ, എനിക്ക് വരാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാ വരുന്നത്? അത് എന്നാ ഞാൻ പുറത്തിറങ്ങട്ടെ? പോണ്ട, എന്നാ ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആവാം. ഓക്കെ, സോറി. അയ്യോ, എന്തായി ചെയ്യുന്നേ? അയ്യോ, ഞാനും ഇതിൻ്റെ അകത്ത് പെട്ടുപോയി. അയ്യോ ദൈവമേ. അതെ, ഒന്ന് സഹായിക്കാമോ? തന്റെ കൈ കൊണ്ട് എന്നെ ഒന്ന് പുറത്തേക്ക് തള്ളി വിടാമോ? അയ്യോ, ഒരു കാര്യം ചെയ്യും. നിങ്ങള് വേളി ചെന്നിട്ട് ഈ കട്ടിലൊന്ന് മുകളിലേക്ക് പൊക്കിയാ മതി. ഇത് നല്ല ഐഡിയ. എന്താ പോകുന്നില്ലേ? കട്ടില് പൊക്കണമെങ്കിൽ ആദ്യം ഞാൻ പുറത്തേക്ക് പോണ്ടേ? ഞാൻ പോവാം. ആരകത്തേക്ക് വരാൻ പറഞ്ഞു?
ഞാനിപ്പോ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. സൂക്ഷിച്ചു വേണേ. അയ്യ. ഓക്കെ മസു, ആർ യു ഓക്കെ? എനിക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെയാണ്. കുറച്ച് വെള്ളം എടുക്കട്ടെ? അതൊന്നും വേണ്ട. ഈ മുറി താനാണോ ക്ലീൻ ചെയ്തത്? വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ വീണ്ടും കുട്ടികൾ ഈ മുറി അലങ്കോലാക്കി പഴയതുപോലെ ആക്കും. സാരമില്ല, വീണ്ടും ഞാൻ ക്ലീൻ ചെയ്തോളാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെയല്ല, ദിവസവും ക്ലീൻ ചെയ്താലേ കുട്ടികൾക്കും ആ ഒരു ശീലം ഉണ്ടാവുള്ളൂ. ഉണ്ണിക്ക് ആ ശീലങ്ങളെല്ലാം ഉണ്ട്. അനുവിനും കീർത്തിക്കും കൂടി ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. കുട്ടികൾ തന്നോട് എങ്ങനെയുണ്ട്? അവര് തന്നെ കഷ്ടപ്പെടുത്തുന്നില്ലല്ലോ? അവർക്ക് എന്നോട് എങ്ങനെയായിരുന്നാലും ഞാൻ അവർക്കൊരു നല്ല അമ്മയായിരിക്കും. കുട്ടികൾ നമ്മളെ കഷ്ടപ്പെടുത്തിയാലും അതിലൊരു സൗന്ദര്യമുണ്ട്. ഇതെന്താ സ്റ്റൗ ഇനി ഓഫ് ചെയ്യാത്തത്? മാവ് കരിഞ്ഞ് അടിയിൽ പിടിക്കില്ലേ? അപ്പോ മാവ് റെഡിയായോ ഏട്ടത്തി? അതെ, ഇനി നീ ഇത് കൊണ്ടുപോയി അരിപ്പാവ് ഉണ്ടാക്കണം. അതെനിക്ക് അറിയില്ല. മാവ് ഉണ്ടാക്കുന്നതിന് എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതുപോലെ ഇതിനും എന്നെ ഹെൽപ്പ് ചെയ്യാവോ പ്ലീസ്? സോറി കാർത്തിക, കുറച്ചു മുമ്പ് ഞാൻ നിന്നെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അമ്മ ടെറസിൽ ചേറിട്ട് നിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവാ. ഇന്ന് കാർത്തിക മോൾ അരിപ്പാവ ഉണ്ടാക്കാൻ പോവാ. എങ്ങനെ ഉണ്ടാവോ എന്തോ. കുട്ടികൾ ജനിക്കുമ്പോ മാത്രമല്ല സന്തോഷം, അവര് വളർന്ന് വലുതാകുമ്പോഴാ സന്തോഷം എന്ന് പറയുന്ന പോലെ വീട്ടില് മരുമകൾ വന്ന് കേറുമ്പോഴല്ല, ആ മരുമകൾ അരിപ്പാവ് ഉണ്ടാക്കുമ്പോഴാ ശരിക്കും സന്തോഷം എന്നാ പറഞ്ഞു വരുന്നേ. എന്താ ഏട്ടത്തി ഇത്രയും വലിയ ഡയലോഗ് പറയുന്നത്? അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അമ്മ അതിന് സമ്മതിക്കൊന്നും തോന്നുന്നില്ല. ഈ സമയത്താണെങ്കിൽ സുമ ആന്റി പോലും ഇവിടെ ഇല്ല. വാസു ഏട്ടത്തി അമ്മയുടെ അടുത്ത് വരില്ല. ഏട്ടത്തി എന്നെ ഹെൽപ്പ് ചെയ്യില്ലെന്നാ പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മുകളിലോട്ട് പോ. അപ്പൊ ഞാൻ ചത്തു പോണോന്നാണോ? മുകളിലോട്ടെന്ന് പറഞ്ഞ ടെറസിന്റെ മുകളിൽ പോനാ പറഞ്ഞേ. ചെല്ല്. ഏട്ടത്തി പ്ലീസ് ഏട്ടത്തി, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാവോ? ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മുകളിലേക്ക് പോകും. ആ, നിനക്ക് കോല ഇടാൻ അറിയത്തില്ലേ? കോലോ? അതെ, വീട്ടിന്റെ മുന്നിലിടത്തില്ലേ? ആ, സിനിമയിൽ കണ്ടിട്ടുണ്ട്. നിന്റെ വീടിന്റെ മുന്നിൽ കണ്ടിട്ടില്ലേ? എന്റെ മോം എനിക്ക് തല പോലും ചീകി തരില്ല, പിന്നെയാണോ കോലം ഇടുന്നത്? ഡോട്ട് ഇട്ടിട്ടാ കോലം വരയ്ക്കുന്നെ. ആ ഡോട്ട് ഇടുന്ന പോലെ അരിപ്പാവ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിൾ ആണോ? പറയാൻ നല്ല എളുപ്പവാ, പക്ഷെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചെല്ല്. ഇന്ന് നിന്റെ അവസ്ഥ എന്താവൂന്ന് എനിക്കറിയില്ല. അങ്ങനെ പേടിപ്പിക്കല്ലേ ഏട്ടത്തി. ഏട്ടത്തി എന്നെ ഒന്ന് അനുഗ്രഹിക്കാവോ? എത്രയും പെട്ടെന്ന് അരിപ്പാവ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഹലോ, ദുർഗയല്ലേ? എന്റെ മരുമകൾ അരിപ്പാവ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പോവാ.
അത് ശരിയായ ഉടനെ ഞാൻ കൊടുത്തുവിടാം. ശാന്തിയോടും കൂടെ പറഞ്ഞേക്ക്. ആ പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ. വാ മോളെ കാർത്തികേ, നിനക്ക് ഫാൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. വേഗം ഉണ്ടാക്കും മോളെ. ഇത് ഉണ്ടാക്കിയ ശേഷം ഉണങ്ങണം, പിന്നെ പാക്ക് ചെയ്യണം. ഇവിടെ എന്നെ പോലെ അവരും അവിടെ വെയിറ്റ് ചെയ്യാ. ഞാനിവിടെ ഷിവറിങ്ങ. അമ്മേ, ഈ കട്ടിലിന് ക്ലോത്ത് മാത്രം ഇട്ടിരിക്കുന്ന എന്തിനാ? ബെഡ് ഇടാൻ മറന്നുപോയോ? ആ ക്ലോത്തിന്റെ പുറത്ത് അരിപ്പാവ് ഉണ്ടാക്കേണ്ടേ? എന്താ കാർത്തിക ഇത്? അരിപ്പാവ അതിലല്ലേ ഉണ്ടാക്കേണ്ടത്? ആ, ക്ലോത്തിന്റെ മുകളിൽ തന്നെയാ. എന്റെ വീട്ടിലും ക്ലോത്തിന്റെ മുകളിൽ തന്നെയാ ഇടുന്നത്. ഭാവനെ, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യാം. ആ, ഏട്ടത്തി ഇവിടെ തന്നെ നിക്കട്ടെ. എന്തിനാ എല്ലാവരും കൂടി ഇവിടെ? ആ, അത് പിന്നെ ഇത് പുതിയ രീതിയിലാ ഇടാൻ പോകുന്നത്. ഏട്ടത്തിക്ക് അത് കാണണമെന്ന് പറഞ്ഞു. ഇവൾക്ക് അരിപ്പാവ് ഉണ്ടാക്കാൻ മാത്രം അറിയില്ല, നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ അറിയാം. വസുവിനെ വഴക്കേൽപ്പിച്ച പോലെ എന്നെ വഴക്കേൽപ്പിക്കാൻ നോക്കോ? ഭാവനയ്ക്കറിയാത്ത എന്താ ഉള്ളത്? അവൾക്ക് എല്ലാ രീതിയിലുള്ള അരിപ്പാവ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എനിക്കറിയില്ലല്ലോ. എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നേ? കാർത്തിക ഫസ്റ്റ് ടൈം അല്ല അരിപ്പാവ് ഉണ്ടാക്കുന്നേ, അത് കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് ഫാൻസ് ഇല്ലെങ്കിലും ഓഡിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നേ? അവള് ചെറിയ പ്രായത്തിൽ തന്നെ അരിപ്പാവ ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ? അത് നമ്മുടെ വീട്ടിൽ അതൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ അമ്മേ. നീ എന്നടാ കണക്കെടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണോ? കാർത്തിക എത്ര അരിപ്പാവ് ഉണ്ടാക്കുമെന്ന് കണക്കെഴുതാൻ വേണ്ടി വന്നതാ. ചേട്ടാ, എല്ലാരും കൂടി ചേർന്ന് എന്നെ കൊലക്ക് കൊടുക്കാൻ വന്നതോ? കാർത്തികെ, നീ ഉണ്ടാക്കാൻ തുടങ്ങുമോളെ. ആദ്യത്തേത് ഉണ്ടാക്കിക്കോ. ശരി അമ്മേ. ആ ശരി. തനിനാടൻ ചിന്തു ചിലമ്പണ്ടേ, ഇനി നാലും കൂട്ടി മുറുക്കണ്ടേ. നാടൻ ചിന്തു ചിലമ്പണ്ടേ, നാലും കൂട്ടി മുറുക്കണ്ടേ. നാലില്ല തമ്മെ കണ്ടൊരു നാണ്യം തുടങ്ങിക്കോ മോളെ. ആ, തുടങ്ങാൻ പോവാ. ഒരു നൃത്തം ചെയ്യണ്ടേ. കാക്കക്കുയിലെ കറുകെ കുറുകെ കുറുകെ കുറുവാൽ ചിറകിൽ കുതറി പോലത്തെ മാങ്കൊമ്പിൽ പാടേണം. താന്തോന്നി പാട്ടെല്ലാം പാടേണം. അരിപ്പാവ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്തോ നമ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോടാ. ഈ കാര്യത്തിൽ ഇവക്ക് നോളജ് സീറോ ആണെന്ന് സിംബോളിക്കായിട്ട് പറയുന്നതായിരിക്കും. ശരിക്കും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഏട്ടാ, നോക്ക് നോക്ക്. എന്നാളും എന്നാളും എല്ലാരും പറ്റിച്ചും മുന്നാളും മൂപ്പരെ വാഴൂല. എന്നും പടച്ചോൻ വിധിച്ചു തരില്ല. എന്താ മോളെ ഇത്? വെള്ളിയാഴ്ച വൈകിട്ട് കാറ്റ് വരുമ്പോൾ ഗതി മാറ്റി തൂറ്റരുതാരും ആനച്ചോറേനും. അരിപ്പാവമ്മേ. വൈകിട്ട് അരിപ്പാവ ഇങ്ങനെ ഉണ്ടാക്കത്തില്ല. ഇപ്പൊ നീ അമ്മയുടെ അടുത്ത് ശരിക്കും പെട്ടു തോന്നുന്നേ. കുലച്ചോറ്. ഓ, അരിപ്പാവയ്ക്ക് കണ്ണ് പെടാതിരിക്കാൻ വേണ്ടി കോലം വരച്ചതാണോ? അതെ, ശരിയാ അമ്മേ. അമ്മ അത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ എത്രയോ അരിപ്പാവ ഉണ്ടാക്കിയതാ, എന്നിട്ട് ഇതുവരെ ദൃഷ്ടിക്കോലം വരച്ചിട്ടില്ല. നല്ല കാര്യ ചെയ്തേ. എന്താടാ ഈ അമ്മ കോമഡി പറയുന്നു? കാർത്തികയുടെ സമയം നല്ലതാണെന്നാ തോന്നുന്നേ. ഭാവനെ, സത്യത്തിൽ നീ കാർത്തികയെ കണ്ടു പഠിക്കണം. അതെ അമ്മേ, ഈ ഒരു കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ആ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി. അമ്മയുടെ അത്രയ്ക്കൊന്നും ഞാൻ വരില്ലല്ലോ അമ്മേ. അതെന്താന്ന് വെച്ചാൽ നിനക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാ. നിന്റെ ഉള്ളിൽ എത്ര ടാലന്റ് ഉണ്ടായാലും നീ സൈലന്റ് അല്ലേ? അമ്മ എന്താടാ കാര്യം മനസ്സിലാക്കാത്തെ? അത് അവളുടെ നല്ല സമയം എന്റെ ഏട്ടാ. അഖിലേ, ഇവക്ക് ഇച്ചിരി ഭാഗ്യം കൂടുതലാടാ. ഇല്ലില്ല, കല്യാണത്തോടെ എന്റെ ഭാഗ്യം പോയി കിട്ടി. നീ ഒരു ഭൂലോക മണ്ടനാണോ? മണ്ടൻ ഞാനല്ല ഏട്ടാ, ഇതാ അവളാ.
ദൃഷ്ടിക്കോലം വരച്ച സ്ഥിതിക്ക് ഇനി അരിപ്പാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. നിന്റെ വല്യേട്ടൻ ജോലിയൊക്കെ കളഞ്ഞിട്ടാ വന്ന് നിൽക്കുന്നത് കാണാൻ. അതെ അതെ അതെ, നിന്റെ ഭാവനയേട്ടത്തെ അരിപ്പാവ് ചെയ്തപ്പോ പോലും ഞാൻ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. ചേട്ടൻ എന്നെക്കാളും കൂടുതലായിട്ട് ഓവർ ആക്ട് ചെയ്യുന്നുണ്ട്. കാർത്തിക കമോൺ, എന്റെ മാനം കാക്കുമോളെ. അഖിൽ, നീ അവരുടെ കൂടെ ചേർന്നോ? കാർത്തിക പോയി തുടങ്ങ്. ആ ഏട്ടത്തി അറിഞ്ഞു വെച്ചോണ്ട് എന്നെ ടെൻഷൻ അടുപ്പിക്കുകയാണോ? കാർത്തികേ, എന്താ അവിടെ നടക്കുന്നേ? സുഖാണോ സുമ ആന്റി? ആന്റിയെ കണ്ടുടനെ എനിക്ക് 100 ആനയുടെ ശക്തി ഇപ്പോ. അപ്പൊ ഞാൻ ആനയെ പോലെ തടിച്ചിരിക്കുകയാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? ആന്റിയുടെ ജോക്ക് കേട്ട് ചിരിക്കാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോ. എനിക്ക് നല്ല കരച്ചിൽ വരുന്നു. എന്ത് പറ്റി മോളെ? നന്നായിട്ടാണല്ലോ ഇരിക്കുന്നേ. ഒട്ടും നന്നായിട്ടല്ല. അമ്മ അരിപ്പാവ് ഉണ്ടാക്കാൻ പറഞ്ഞു. എനിക്കത് അറിയില്ല. ഭാവനയേട്ടത്തിയുടെ ഹെൽപ്പ് ചോദിക്കാന്ന് വെച്ചാ അമ്മ അടുത്ത് നിൽക്കോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അമ്മയെ താഴേക്ക് കൂട്ടിക്കൊണ്ടു പോവോ പ്ലീസ്. മനസ്സിലായി, നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോടി. ആന്റിയെ കണ്ടതുകൊണ്ട് വിശേഷം ചോദിക്കാൻ പോയതാ. അത് നല്ലതാ, നീ തുടങ്ങ്. എന്താ മോളെ ചെയ്തോണ്ടിരിക്കുന്നേ? ടേസ്റ്റ് നോക്കുമായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. കാർത്തികേ, എന്താ മോളെ ഇപ്പൊ ചെയ്യുന്നേ? മിക്സ് ചെയ്യായിരുന്നു അമ്മേ. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്താ ടേസ്റ്റ് നല്ലതായിരിക്കും. ഓ, കാർത്തിക, നീ എന്താ ഈ ചെയ്യുന്നേ? ഇത് പുതിയ രീതിയിലുള്ള മിക്സിംഗാ. നിങ്ങൾക്കിത് അറിയില്ലേ? കാർത്തികേ, മിക്സ് ചെയ്തതൊക്കെ മതി. ഇനി അത് ഉണ്ടാക്കാൻ തുടങ്ങ്. ശരി അമ്മേ. ആ ഐഡിയ. ആ ഏട്ടത്തി, ഏട്ടത്തി ഇവിടെ ഇരിക്കുകയാണോ? അയ്യോ അയ്യോ അയ്യോ, ഏയ് അയ്യോ അയ്യോ, എന്റെ നാട് പോയല്ലോ ദൈവമേ. അയ്യോ, എന്താ ഇളയമ്മ ഇത്? അരിപ്പാവ് ഉണ്ടാക്കാൻ വെച്ചിരുന്ന മാവ് തള്ളിയിട്ടു അല്ലേ? മാവിനെ പറ്റി ആലോചിച്ച് നിൽക്കാതെ എന്നെ എഴുന്നേപ്പിക്കടാ. എടാ എടാ എടാ, അവിടെ അല്ലടാ, മുന്നിലേക്ക് വാടാ, മുന്നിലേക്ക് വാടാ. അങ്ങോട്ട് വായട്ടാ. ആ ശരി ശരി. ആ, ഓക്കേ, ഓക്കേ, ഓക്കേ. ആ, അങ്ങനെ. അയ്യോ 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 അയ്യോ, അരിപ്പാവ് ഉണ്ടാക്കാൻ വെച്ച മാവെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞല്ലോ. അയ്യോ കാർത്തികേ, എന്നോട് ക്ഷമിക്കും മോളെ. നീ അരിപ്പാവ് ഉണ്ടാക്കുന്നതിൽ ഈ ദേശത്ത് തന്നെ അല്ലല്ല ഈ ഭൂമിയിൽ തന്നെ നിന്നെ വെല്ലാൻ ആരുമില്ലെന്ന് എനിക്ക് അറിയാം മോളെ. അയ്യോ അയ്യോ, എന്നോട് ക്ഷമിക്കും മോളെ. ഈ അരിപ്പാവ് തിന്നാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയല്ലോ. അയ്യോ അയ്യോ അയ്യോ. എന്താ ഏട്ടത്തി, ഒന്ന് നോക്കി വന്നൂടെ? അയ്യോ ഏട്ടത്തി, കൊറേ നേരായി ഏട്ടൻ ഏട്ടത്തിയെ കിടന്ന് വിളിക്കുന്ന കണ്ടോണ്ടാ ഞാൻ ഓടി ഓടി വന്നത്. എന്നോട് ക്ഷമിക്കൂ കാർത്തികേ. വാ ഏട്ടത്തി, വാ മോളെ. എന്റെ ചക്കര മോളല്ലേ, നീ എന്നോട് ക്ഷമിച്ചേക്കടി. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അരിപ്പാവ് തിന്നാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. വാ ഏട്ടത്തി, വാ വാ. നീ രക്ഷപ്പെട്ടു കാർത്തിക. കൃത്യസമയത്ത് ഇളയമ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യം പോക്കായിരുന്നു. ഇനിയെങ്കിലും ഓവർ ആക്ടിങ് നിർത്ത. ഭാവനെ, അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പേ ഈ അരിപ്പാവൊക്കെ നീ തന്നെ ശരിയാക്ക്. ശരി ഏട്ടാ. ശരി. താങ്ക്സ് വല്യേട്ടാ. ഹലോ, അരിപ്പാവ് ഉണ്ടാക്കുന്ന ഞാൻ, താങ്ക്സ് അവിടെയോ? നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ ഏട്ടത്തി?
ഉണ്ണിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിച്ചതിന് ഞാൻ ഇദ്ദേഹത്തോട് നന്ദി പറയണം. അനുവിന്റെ കീർത്തിയുടെ മുറി ക്ലീൻ ചെയ്തതിന് ഞാൻ അവളോട് താങ്ക്സ് പറയണം. അവൾക്ക് എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു.